സ്പേസ് ഇട്ടാലാണ് അപ്പുറത്ത് തട്ട് കിട്ടുന്നത്. പിടികിട്ടുന്നുണ്ടോ? ഇവിടെ ഇപ്പൊ നമ്മൾ ഇറങ്ങി പോകാൻ പോണ അല്ല റൈറ്റിലേക്ക്, റൈറ്റിലൊരു സ്ഥലം, കാരണം റൈറ്റാ തിരിയാൻ പോണേ. ഇനി റൈറ്റിലൊരു സ്ഥലം ഇടാതെ സാർ ഇറങ്ങി വന്നാൽ സാറിന് ലെഫ്റ്റിൽ ഒരുപാട് സ്പേസ് കിട്ടും. കിട്ടിയ ഇപ്പൊ സാറ് ആദ്യം വന്നത് എങ്ങനെയാ വെച്ചാൽ രണ്ടിന്റെ സെന്റർ പിടിച്ച് ഇറങ്ങി വന്നത്. ഇപ്പൊ ലെഫ്റ്റ് ഈ റൈറ്റ് പിടിച്ച് ഇറങ്ങിക്കൊണ്ടു പോകാൻ വണ്ടി. റൈറ്റ് സൈഡിൽ തട്ട് കിട്ടാതെ അടുപ്പിച്ച് ഇറങ്ങിക്കൊണ്ടുപോകും. റെഡ് ലൈൻ വരുന്നത് വരെ സാറിന് ബാക്കി വരാം. പിടികിട്ടുന്നുണ്ടാ? ആ റെഡ് ലൈനെ എയിം ചെയ്ത് സാറ് വണ്ടിയെ കൊണ്ടുവന്നോളൂ. ഇവിടുന്ന് ഒരുപാട് തിരിച്ചും വെക്കരുത്. വട്ടം കറക്കിയ ഫ്രണ്ട് നമുക്ക് തട്ട് കിട്ടും. അങ്ങോട്ട് ചേർന്നാ പോണെങ്കിൽ ആ തിരിച്ചത്ര നേരെ ആക്കിയിട്ട് പിന്നെ പുറകോട്ട് ഓടുകയും ചെയ്യാം ആള്. ഇപ്പൊ സാറ് തിരിച്ചു വെച്ചിരിക്കുക, അത് നേരെ ആക്ക്. ആ സി ഇറങ്ങി നേരെ ആക്കി പിടി. ആ ലൈൻ കറക്റ്റ് ആണ്ട് പുറകോട്ട് ഓടാൻ തുടങ്ങും. അവിടുന്ന് അകന്ന് പോകണുണ്ടോ അടുത്ത് പോകണുണ്ടോ സാറ് നോക്കിയാൽ മതി. മനസ്സിലായ? ആ ഗ്യാപ്പില്ല ഇനി. ആ ഫില്ല് ചെയ്ത് കൊണ്ടുപോവാ. ഇനി സ്പേസ് ഇല്ലേ? സാറ് അവിടെ ഇരുന്ന് നോക്കിക്കോ. സാറ് എത്തി ഒന്നും നോക്കണ്ട. സാറ് ഇരുന്ന് തന്നെ നോക്കിക്കോ. സാറ് ബാക്കിലേക്ക് ചെല്ലുന്നവരും അവിടെ സ്പേസ് ഉണ്ടോ ഇല്ലേ? ആ റെഡ് ലൈനിന്റെ ഏരിയയിൽ സാറ് നോക്കിക്കോ, അവിടെ സ്പേസ് ഇല്ലേ? വട്ടം കറക്കണ്ട, ഇത്തിരി സ്പേസ് അങ്ങോട്ട് ഫില്ല് ചെയ്താൽ മതി. കണ്ട? ആ അങ്ങനെ. ഇനി സ്പേസ് ഇല്ലേ? ആ അവിടെ വെയിലടിക്കുന്നോണ്ടാ കാരണം പിന്നെ കാഴ്ച കറക്റ്റ് ആവാത്തത്. ഏതാ അതിനകത്ത് കയറിയിട്ടില്ലല്ലോ. അവിടെ സംശയം തോന്നുമ്പോ സാർ ഇങ്ങനെ നോക്കി തട്ടുവാ. ഉറപ്പല്ലേ? പിന്നെ പേടിക്കണ അങ്ങോട്ട് കയറ്റി വെക്കായിരുന്നോ? ഇപ്പൊ സാർ കയറ്റി വെച്ചിരിക്കാതെ ഇത് ഇങ്ങനെ കണ്ട, അതിന്റെ ഔട്ടറിലാക്കിയാ വെച്ചിരിക്കുന്നത് സാറ് ഇങ്ങനെ. കണ്ട? ഇനി ഇറങ്ങുമോ? അത് കടന്നില്ലേ? ഇനി അവിടെ സ്ഥലം വീണ കണ്ട, അപ്പൊ അടുപ്പിക്കും. ആ അങ്ങനെ